ഹലോ ഗൈസ്, അപ്പൊ വെൽക്കം ടു ഡേ 12 ഓഫ് മൈ 50K സീരീസ്. അപ്പൊ രാവിലത്തെ ഒരുക്കങ്ങൾ ഏകദേശം എല്ലാ ദിവസവും ഒരേപോലെ തന്നെ. രാവിലെ തന്നെ നീറ്റിന്റെ ഐലൈനർ കാണാനില്ല, പൗഡർ കാണാനില്ല, ബെൽറ്റ് കാണാനില്ല, ചീർപ്പ് കാണാനില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന മാനസേനാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഈ സ്പ്രേ ഒക്കെ ഒരു കഥ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് കൊളാബ് കിട്ടിയതാണ്. ഇതിന്റെ കൂടെ ഒരു 4-5 ഉണ്ടായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ എന്റെ നീനുവിന് ആകെ ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല് ഇതായിരുന്നു. പിന്നെ ബാക്കിയുള്ള അതൊക്കെ ഞാൻ ആർക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ സ്ഥിരം ഇത് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് എപ്പോ കാണുമ്പോൾ എനിക്ക് ഓളെ ഓർമ്മ. ജൂലി ഓറാന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് കുറച്ച് ജ്വല്ലറീസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് ട്രൈ ചെയ്തോ. കുറച്ച് സാധനങ്ങൾ അയച്ചിട്ട് വെച്ചപ്പോൾ ഒരു ഇത്ര അയച്ചു ഞാൻ വിചാരിച്ചു. നല്ല അടിപൊളി ഭംഗിയുള്ള മാലകളും കുറച്ച് അടിപൊളി കമ്മലുകളും പിന്നെ ഇതിന്റെ കറക്റ്റ് സൈസിലുള്ള ഒരു വളയാണ് ഇവർ അയച്ചിട്ടുള്ളത്. വളാന്നോ ബ്രേസ്ലെറ്റിനോ എന്ത് വേണേലും പറയാം. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പച്ച കളർ ഉള്ളതാട്ടോ. വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവള് പറഞ്ഞു ഇന്നെ കാണിക്കരുത്. അങ്ങനെ കാണിക്കാതെക്കാൻ പറ്റുമോ? ഇനിയുള്ള എല്ലാ വ്ളോഗിലും ഇവരൊക്കെ അല്ലേ ഉള്ളൂ എനിക്ക് ജീവിച്ചു പോകാൻ. അപ്പൊ നിങ്ങളും ഇതേപോലെ നല്ല അടിപൊളി ജ്വല്ലറീസ് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പേജ് ചെക്കൗട്ട് ചെയ്യാം. അങ്ങനെ പിന്നെ നേരെ കോളേജിൽ പോയി ഫുഡ് കഴിക്കാം. രാവിലെ നല്ല രുചികരമായ അപ്പം മുട്ടക്കറി. പിന്നെ ക്ലാസ് പോയി സ്ഥിരം കുറച്ചേരൊക്കെ ഒന്ന് വെറുതെ ഇരുന്ന് വീഡിയോ എടുക്കലായിരുന്നു പണി. എല്ലാരും പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇപ്പം ക്യാമറ ഓൺ ആക്കുമ്പോ എങ്ങനെ റിയാക്ഷൻ ആണ്, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ സെറ്റ് ആയി. ഞാൻ കണ്ടീഷൻ ചെയ്ത് എടുത്ത എല്ലാരും. ആദ്യമൊക്കെ അവർക്കൊരു പേടി ഒരു ക്യാമറ ആണ്. ഇപ്പൊ അത് മാറി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്ക് ഫുഡും കഴിച്ച് ക്ലാസ് കയറി. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ വൈകുന്നേരം ഒരു ഫ്രഷേഴ്സ് ഡേന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെടുക്കണേ ജൂനിയേഴ്സിനെ കാണാനായി ക്ലാസ് നിൽക്കുന്ന ഇന്നെ ഒറ്റക്കാക്കി പോവാണ് ഗൈസ്. ഓക്കെ, ഒറ്റക്കാക്കി പോവാണ്. അടുത്തൊരു 3-4 ദിവസം ലീവ്. അവിടെ ഓരൊക്കെ വീട്ടിൽ പോയി. ഞാൻ പിന്നെ ഇവിടെ തന്നെ നിന്നത് എന്തായാലും മുതലായി. രാത്രി ആയപ്പോഴത്തേ കുറെ അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു കോളേജിൽ. അങ്ങനെ പരിപാടി കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത ബ്ലോഗിൽ കാണാം. നമുക്ക് പറഞ്ഞ പോലെ.